സുഖവും ദുഃഖവും സ്വീകരിക്കണമേ സ്നേഹദാത. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവകരുണയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. അനുഗ്രഹപൂർണമായിട്ട് നിങ്ങളുടെ ജീവിതമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ജാഗ്രതയെക്കുറിച്ചും കാത്തിരിപ്പിനെക്കുറിച്ചും പറയുന്നതിന് വേണ്ടി ക്രിസ്തു യജമാനനെ കാത്തിരിക്കുന്ന ദാസരുടെ ഉപമകൾ പറയുന്നുണ്ട്. ഈ ഉപമകളെ ബൈബിൾ പണ്ഡിതന്മാർ വിളിക്കുന്നത് നേതൃത്വത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഉപമകളെന്നാണ് വിളിക്കുന്നത്. ഇതിലൂടെ യജമാനനെ കാത്തിരിക്കുന്ന തൻ്റെ ദാസരുടെ ചിത്രം ഉപമയിലൂടെ പറയുമ്പോൾ ക്രിസ്തു എന്താണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? നമുക്കറിയാലോ, കാലഘട്ടങ്ങളൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം ഉടനടി ഉണ്ടാവണം. ചായ വയ്ക്കണമെങ്കിലും കാപ്പി വയ്ക്കണമെങ്കിലും അത് പെട്ടെന്നായിരിക്കണം. അതുപോലെ പണം നേടുന്നുവെങ്കിൽ അത് പെട്ടെന്നായിരിക്കണം. വിജയങ്ങൾ നേടുന്നുവെങ്കിൽ അത് പെട്ടെന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കുവാനായിട്ട് ആർക്കും മനസ്സില്ലാത്ത അല്ലെങ്കിൽ ക്ഷമയില്ലാത്ത ഒരു കാലഘട്ടത്ത് ഈ വചനഭാഗത്തിന് ഏറെ പ്രസക്തിയുണ്ട്. കാരണം യേശുവിൻ്റെ വരവ് കാത്തിരുന്ന ഒരു സമൂഹത്തോടാണ്, ആദിമ ക്രൈസ്തവ സമൂഹത്തോടാണ് ഈ വചനം സംസാരിക്കുന്നതെങ്കിലും ഇതിന് നമ്മോടും കുറേ കാര്യങ്ങളൊക്കെ പറയുവാനായിട്ടുണ്ട്. കാരണം യേശുവിൻ്റെ വരവ് ഉടനെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നവരാണ് ആദിമ ക്രൈസ്തവ സമൂഹം. ഇങ്ങനെ ഇതൊന്നും പെട്ടെന്ന് സംഭവിക്കുകയില്ല, ഇനിയും സമയമുണ്ടാകും എന്ന് വിചാരിച്ച ചിലരുണ്ടായിരുന്നു. അവരെല്ലാം, ചിലരൊക്കെ കാത്തിരിപ്പിലൊക്കെ വിഷമതകൾ അനുഭവിച്ചു തുടങ്ങി, വിശ്വാസത്തിൽ പാളിച്ചകൾ വന്നു തുടങ്ങി. എന്നാൽ ചിലർ വളരെ തീഷ്ണതയോടുകൂടി എപ്പോൾ യേശു വന്നാലും അവനെ സ്വീകരിക്കുവാനായിട്ട് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന രീതിയിൽ ജാഗ്രതയുടെയും കാത്തിരിപ്പിൻ്റെയും ജീവിതം നയിച്ചു. അങ്ങനെയുള്ള ചില വ്യക്തികളെ എന്നും നമ്മുടെ സമൂഹത്തിലേക്ക് കാണുവാനായിട്ട് കഴിയും. 10 പേരുണ്ടെങ്കിൽ അതിൽ 2 പേർക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കുന്നവരെ എടുത്തു നോക്കുക. തീഷ്ണതയോടുകൂടി, ആദ്യമുണ്ടായ തീഷ്ണതയോടുകൂടി ജീവിതാന്ത്യം വരെ കാത്തിരിക്കുന്നവരുണ്ട്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ അലസതയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളുമൊക്കെ കടന്നു വരുന്നില്ലേ? അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്: ഈശോയെ, കാത്തിരിപ്പിൻ്റെ പാഠം ഞങ്ങളെ പഠിപ്പിക്കണമേ, കാത്തിരിപ്പിൻ്റെ ക്ഷമ, കാത്തിരിപ്പിൻ്റെ തീഷ്ണത ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജാഗ്രതയോടുകൂടി ജീവിക്കുവാനായിട്ടുള്ള കൃപ, വിശ്വാസത്തിൽ തീഷ്ണതയോടുകൂടി ജീവിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ ദ്യൂബിലിയിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജന്മദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു കൊച്ചു ത്രേസ്യയ്ക്ക്. അതോടൊപ്പം ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ദ്യൂബിലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ആന്റണി തയ്യിൽ, ഫിലോമിന ജോസഫ് ചെറുപുള്ളി, ആന്റണി ചൂതമ്പറമ്പിൽ, ജോർജ് മുക്കത്ത് എന്നിവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെയും വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരേതികളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തന് നിത്യമായ പിതാവായ ദൈവമേ,
ഞങ്ങളുടെ മനസ്സുകൾ എപ്പോഴും അങ്ങേ തിരുവിഷ്ടമനുസൃതമാക്കി തീർക്കുവാൻ അനുഗ്രഹം നൽകണമേ. ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങേ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം. സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് നൽകപ്പെട്ട ദൈവകൃപ എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ മുകളിൽ സംക്ഷിപ്തമായി എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴി ഒരു രഹസ്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മിശിഹായെ സംബന്ധിച്ച രഹസ്യങ്ങളിൽ എനിക്കുള്ള അവഗാഹം അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആ രഹസ്യം ഇപ്പോൾ അവിടുത്തെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അതറിയാൻ പാടില്ലായിരുന്നു. അതായത് വിജാതീയർ സുവിശേഷം വഴി മിശിഹായുടെ കൂട്ടവകാശികളും അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളും വാഗ്ദാനത്തിൽ ഭാഗഭാഗുക്കളുമാണെന്ന് അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനം നിമിത്തം എനിക്ക് ലഭിച്ച ദൈവകൃപയാൽ ഞാൻ പ്രസ്തുത സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി തീർന്നു. വിശുദ്ധരിൽ ഏറ്റവും ചെറിയവനായ എനിക്ക് മിശിഹായുടെ അപ്രമേയമായ ധനത്തെക്കുറിച്ച് വിദ്യാർത്ഥികളോട് പ്രസംഗിക്കാനും എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യത്തിൻ്റെ വ്യവസ്ഥകൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും വേണ്ട കൃപ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിലുള്ള പ്രഭുത്വങ്ങൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധ ജ്ഞാനം ഈശോമിശിഹായെ സംബന്ധിച്ച് ആദിയിൽ തന്നെ ചെയ്തിട്ടുള്ള നിശ്ചയപ്രകാരം സഭ വഴി മനസ്സിലായി വരുന്നു. അവിടുന്നിൽ വിശ്വസിക്കുന്ന നമുക്ക് സുരക്ഷിതത്വമുണ്ട്, ദൈവത്തിങ്കൽ എത്താമെന്നുള്ള പ്രത്യാശയുണ്ട്. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവം ജലം ശേഖരിക്കും. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവം ജലം ശേഖരിക്കും. ദൈവം എൻ്റെ രക്ഷകനാകുന്നു. അവിടുന്ന് എൻ്റെ ശക്തിയും രക്ഷയും സ്തുതിപാത്രവുമായി തീർന്നിരിക്കുന്നു. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ബയലേശ്യം എന്നെ ഞാൻ വ്യാപരിക്കും. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവം ജലം ശേഖരിക്കും. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവം ജലം ശേഖരിക്കും. കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. അവിടുത്തെ പ്രവർത്തികൾ ജനങ്ങളുടെ ഇടയിൽ വിവരിക്കുവിൻ. അവിടുത്തെ നാമം ഉത്കൃഷ്ടമാണെന്ന് പ്രസ്താവിക്കുവിൻ. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവം ജലം ശേഖരിക്കും. കർത്താവിന് കീർത്തനം പാടുവിൻ, അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. സിയോൻ നിവാസികളെ, ഇസ്രയേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കയാൽ നിങ്ങൾ അവിടുത്തെ ആഹ്ലാദപൂർവം സ്തുതിക്കുവിൻ. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവം ജലം ശേഖരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ലഭിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഇത് അറിഞ്ഞുകൊള്ളുവൻ, കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കുവാൻ
അനുവദിക്കുകയില്ലായിരുന്നു. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടുജോലിക്കാർക്കായി യഥാസമയം ഭക്ഷണം കൊടുക്കുന്നതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരുവാൻ വൈകുമെന്ന് ഉള്ളിൽ കരുതി യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കുവാനും തിന്നുകുടിച്ച് ഉന്മത്തനാകുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വാസികളുടെ കൂടെ ആക്കുകയും ചെയ്യും. യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്യുന്നതെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവരിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനം നമ്മെ പാങ്ങുന്നു. കുറവുകളില്ലാതെന്നും കാക്കുന്ന ദൈവമേ, കാഴ്ചയുമായി ഞങ്ങൾ വന്നിടുന്നു. കനിവോടേകിയ ദാനമെല്ലാം അങ്ങി കാൽത്താരിലർപ്പണം ചെയ്തിടുന്നു. ചിന്തകളും എല്ലാ ചെയ്തികളും ചിരകാലമായുള്ള മോഹങ്ങളും, ചിന്തകളും എല്ലാ ചെയ്തികളും ചിരകാലമായുള്ള മോഹങ്ങളും ചേർത്തു വെച്ചുള്ളൊരു താലവുമായി ചാരി വരും നിത കാഴ്ചക. ചേർത്ത് വെച്ചുള്ളൊരു താലവുമായി ചാരി വരും നിത കാഴ്ചക. സഹോദരങ്ങളെ, നമ്മുടെ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, സ്വതന്ത്ര മനസ്സോടെ അങ്ങേ ദാനങ്ങൾ ആദരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദൈവദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. ശാക്തികന്മാരും ധന്യരായ ഭക്തിചോലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് അങ്ങയെ പാടിസ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞ മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കെടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് ശ്ലീഹയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും
എന്നും എന്നേക്കും. ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് നാമം പൂജിതമാണമേ, അങ്ങ് രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വവും എന്നേക്കും അടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കു ചിരിച്ചാൽ മാത്രം മതി, ആത്മാവസം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിനാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. യോഗ്യമെല്ലൻ ഭവനം നാഥ നിന്നെ എതിരേൽക്കുവാ. യോഗ്യമെല്ലൻ ഭവനം നാഥ നിന്നെ എതിരേൽക്കുവാ. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും, ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും, ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. നീ എൻ്റെ പ്രാണനല്ലോ, നിത്യജീവന്റെ നാഥനല്ലോ. നീ എൻ്റെ പ്രാണനല്ലോ, നിത്യജീവന്റെ നാഥനല്ലോ. നിന്നിൽ ചിരം വസിക്കാൻ എന്നെ നിന്റേതായി മാറ്റിയിടുവാ. നിന്നിൽ ചിരം വസിക്കാൻ എന്നെ നിന്റേതായി മാറ്റിയിടുവാ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കുവാൻ കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ഉത്ബോധിതരുമായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. കരുണയിടും മമനാഥായി എന്നെ കനിവോടോർക്കണമേ. മാമക ജീവിതം ഒരു നിഴൽ പോലെ മായുകയാണീ മഞ്ഞിൽ. കർത്താവീകരണമേ, യേശുവീകരണമേ, കർത്താവീകരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നാളെ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങക്ക് അനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ ആന്റണി തയ്യിൽ, ഫിലോമിന ജോസഫ് ചെറുപുള്ളി, ആന്റണി ചൂതമ്പറമ്പിൽ, ജോർജ് മുക്കത്ത് എന്നിവരുടെ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സകല വിശുദ്ധരുടെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ.
ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖത്തിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്ത കാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.